അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ, മാംഗോ മസ്താനി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മാംഗോ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിൽക്ക്, നല്ല ഫ്രീസായിട്ടുള്ള മിൽക്കാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക, പിന്നെ ബാക്കി മിൽക്കും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഓൾമോസ്റ്റ് പകുതിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഐസ്ക്രീമാണ്. അപ്പോൾ ഒരു 1-2 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ നോക്കിയിട്ട് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാക്കറ്റ് ഫുള്ള് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറെ 1 കപ്പോളം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ പ്ലസ് വേറെ 1 കപ്പും കൂടെ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിക്നെസ് അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ 6 ഗ്ലാസ്സോളം നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 1.5 ലിറ്ററിൻ്റെ ബ്ലെൻഡറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാകത്തിനുള്ള തിക്നെസ്സോട് കൂടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സൈസിലുള്ള ഗ്ലാസ്സിൽ നമുക്ക് 6 ഗ്ലാസ് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് ഐസ്ക്രീമും കൂടെ ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഐസ്ക്രീം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ മസ്താനിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.